വളരെ സന്തോഷം നിറഞ്ഞ ഒരു മാസത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ പിതാവ് ഒത്തിരി സന്തോഷത്തോടെ അസാധാരണ മിഷണറി മാസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സഭ അതേ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ കർമ്മലീത്ത വൈദികനാണ്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മിഷൻ പ്രേക്ഷിത യാത്രകൾ ഈ ഒരു മാസം സഭ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഓരോ ക്രൈസ്തവനും യാത്ര ചെയ്യുന്നവരാകണം. അതാണ് മിഷണറി. യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ക്രിസ്തുവുണ്ട്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവും കൂടെയുണ്ട്, പിതാവ് ദൈവം കൂടെയുണ്ട്. ഈ ത്രിത്വിക ദൈവത്തിൻ്റെ കൂടെ സന്തോഷത്താൽ മതിമറന്ന് ആനന്ദിച്ച് ക്രിസ്തുവിനെയും കൊണ്ട് യാത്ര തുടരുകയാണ്. അത് പലയിടങ്ങളിലേക്കാണ് പോകേണ്ടത്. പോകുന്നിടങ്ങളിലെല്ലാം ക്രിസ്തു കൊടുക്കുന്നൊരു ആനന്ദമുണ്ട്. അതാണ് ക്രിസ്തീയ വിളി, അതാണ് സമർപ്പിതൻ്റെ വിളി, അതാണ് ഒരു ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തു സഭയിൽ അംഗമായ ഓരോ ശിഷ്യൻ്റെയും വിളി, അതാണ് യുവജനങ്ങളുടെ വിളി. മനോഹരമായിട്ട് വേറിട്ട് യാത്ര ചെയ്യാൻ, വ്യത്യസ്ത ഇടങ്ങളിലേക്ക് പോകാൻ അത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട്. ഹിസ് എ ക്രേസി ഗോഡ്, എ ക്രേസി ഗോഡ്. ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും പറ്റില്ല എന്ന് കരുതുന്ന ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. അസാധ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എല്ലാം സാധ്യമാകുന്നു, എല്ലാം മനോഹരമാകുന്നു. ഈ മിഷൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ യേശുവിൻ്റെ കണ്ണിലുള്ള പ്രത്യാശ നമ്മിലൂടെ അവലേക്ക് കൊടുക്കുകയാണ്. യേശു പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലായിടത്തും പുതു പ്രതീക്ഷകൾ കൊടുക്കുകയാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് പുതു സ്വപ്നങ്ങൾ കൊടുക്കുകയാണ്. നമുക്ക് ഈ മാസം തീരുമാനിക്കാം, പാപ്പ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ക്രൈസ്തവനും വേറിട്ട വഴികളിലൂടെ, ആരും സഞ്ചരിക്കാത്ത ഇടങ്ങളിലൂടെ, ആരും സ്വപ്നം കാണാത്തത് സ്വപ്നം കണ്ടുകൊണ്ട് ധൈര്യത്തോടെ ക്രിസ്തുവിനെയും വഹിച്ച് ആത്മാവിൽ നിറഞ്ഞ് പിതാവിൻ്റെ സ്വരം കേട്ട് ഒരു പുതുയാത്ര. ഈ പുതുയാത്രകളും പുതു സ്വപ്നങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ കൊടുക്കുന്ന യാത്രകളാകണം. അത് പുതിയ മിഷനാകണം, പുതിയ സംരംഭങ്ങളാകണം, പുതിയ ആനന്ദത്തിൻ്റെ വഴികളാകണം. അതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് യാത്ര തുടരാം. പാപ്പയോട് ചേർന്ന് സഭ ഈ ആനന്ദത്തിൽ നിറയട്ടെ. ആമേൻ.